ഇസ്ലാമിക നേതാക്കളെല്ലാവരും കൂടി കൊടിത്തോട്ടം പാസ്റ്ററുടെ ചുറ്റിനും കൂടിയിരിക്കുകയാണ്, വട്ടമിട്ട് പറക്കുകയാണ്. ഡോക്ടർ അനിൽ മുഹമ്മദും മുഹമ്മദ് ഈസയും ഒക്കെ ശക്തമായി കൊടിത്തോട്ടം പാസ്റ്ററിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന് തോന്നിയതുകൊണ്ട് അവർ മുമ്പോട്ട് വെക്കുന്ന ഒരു തക്കിയ ഇവിടെ ശരിക്കും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നുണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് വീണ്ടും ഒരിക്കൽ കൂടി ആ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതുന്നത്. അതേപോലെ തന്നെ ഇവർ യൂണിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഒന്ന് എന്ന് പറയുന്നതും ഒക്കെ അത് വേറെ അർത്ഥത്തിലാണെന്നും, യഥാർത്ഥത്തിൽ ഈ മൂന്ന് പേർ ഇവർക്ക് ദൈവമായി ഉണ്ട്, മൂന്ന് വ്യക്തികൾ ദൈവമായി ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് എങ്ങനെയാണ് ഒരു ദൈവമാകുക എന്നൊരു ചോദ്യം നമ്മൾ ഇവർ മുമ്പ് റേസ് ചെയ്തു. അതിനോട് നാളിതുവരെ പാസ്റ്റർ അനിൽ കൊടിത്തോട്ടമോ അല്ല എങ്കിൽ അനിൽ അയ്യപ്പനോ അല്ലെങ്കിൽ വർഗീസം സാമുവേലോ, അപ്പോൾ ഇങ്ങനെയാണ് മൂന്ന് ദൈവങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് മറുപടി പറഞ്ഞില്ല എന്നാണ് ഇവിടെ ഈസാ സഹോദരൻ പറയുന്നത്. ഇവിടെ പലപ്പോഴും കാണുന്നത് അനേകർ ഈ കെണിയിൽ വീഴുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു ക്രിസ്തു വിശ്വാസിയും, പാസ്റ്ററായിക്കൊള്ളട്ടെ, പുരോഹിതനായിക്കൊള്ളട്ടെ, അല്ലാത്ത ആരുമാകട്ടെ, ക്രിസ്ത്യാനികൾക്ക് മൂന്ന് ദൈവങ്ങളുണ്ട് എന്ന് ഒരിടത്തും പറഞ്ഞിട്ടുമില്ല, പഠിപ്പിക്കുന്നുമില്ല എന്നുള്ളതാണ്. ഇവരെന്ത് ചെയ്യുന്നു? മൂന്ന് ദൈവങ്ങളുണ്ട് എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നുവെന്ന് വരുത്തി തീർത്തുകൊണ്ടാണ് രംഗത്ത് വരുന്നത്. അപ്പോൾ ഇതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ എന്തോ മോശമാണെന്ന് ചിന്തിക്കുന്ന അനേക ക്രൈസ്തവരുണ്ട്. ഒന്ന്. രണ്ടാമത്, ഈ മുസ്ലിം നേതാക്കൾ, ഈ ഇസ്ലാമിക നേതാക്കൾ ഇത്ര കാര്യങ്ങൾ പറയുമ്പോൾ മദ്രസ പുസ്തകങ്ങൾക്ക് പുറത്ത് വായനയില്ലാത്തത് കൊണ്ട് പാവപ്പെട്ട മുഹമ്മദിയർ വഞ്ചിക്കപ്പെടുകയാണ്. ഇവിടെ ഒരു ക്രിസ്ത്യാനിയും ഞങ്ങൾക്ക് മൂന്ന് ദൈവമുണ്ട്, നിങ്ങൾ മൂന്ന് ദൈവത്തിൽ വിശ്വസിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകുമെന്ന് പഠിപ്പിക്കുന്നേയില്ല. മറിച്ച് ക്രിസ്ത്യാനി പ്രസംഗിക്കുന്നതും ജീവിക്കുന്നതും ക്രിസ്തുവിലാണ്. ക്രിസ്തു മാർഗമാണ് ക്രിസ്ത്യാനി പ്രസംഗിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിലേക്ക് വരുന്നൊരു വ്യക്തി സ്വാഭാവികമായും അറിയുകയും അനുഭവിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന സത്യമാണ് എന്ത്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. രക്ഷകനായ ക്രിസ്തു, പിതാവായ ദൈവം, സഹായകനായ പരിശുദ്ധാത്മാവ്. ഇത് ക്രിസ്തുവിനെ കണ്ടെത്തുന്നൊരു വ്യക്തിയിൽ സംഭവിക്കുന്ന തിരിച്ചറിവാണ്, അനുഭവതലമാണ്, വിശ്വാസതലമാണ്. അല്ലാതെ ഒരു ക്രിസ്ത്യാനിയും ഞങ്ങൾക്ക് മൂന്ന് ദൈവങ്ങളുണ്ട് എന്ന് ഒരു സഭയും പഠിപ്പിച്ചിട്ടില്ല. ഇവർ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ ക്രിസ്ത്യാനി മൂന്ന് ദൈവമുണ്ടെന്ന് പറയുന്നുവെന്ന് വരുത്തി തീർക്കുകയും കുറച്ചു നേരം പിതാവിനെയും കുറച്ചു നേരം പുത്രനെയും കുറച്ചു നേരം പരിശുദ്ധാത്മാവിനെയും ആരാധിക്കണമെന്ന് ക്രിസ്ത്യാനികൾ പഠിപ്പിക്കുന്നുവെന്ന് വരുത്തി തീർക്കുന്നു. അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. അവരൊരു കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം അങ്ങനെയാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നതെന്ന് വരുത്തി തീർക്കുന്നു. എന്നിട്ട് അത് പ്രചരിപ്പിക്കുകയാണ്. ഇത് കെണിയിൽ അനേകർ വീഴുന്നുണ്ട്. ഈ കെണി ഇവർ ഒരുക്കാനുള്ള കാരണം പലപ്പോഴും ക്രൈസ്തവ ലോകം തിരിച്ചറിയുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമെന്ന് പറയുന്ന കൽപ്പനയാണ് ക്രിസ്ത്യാനി പ്രസംഗിക്കുന്നത്. ക്രിസ്തുവിലായിരിക്കുന്ന പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞുവെന്നാണ് ക്രിസ്ത്യാനി പ്രസംഗിക്കുന്നത്. ക്രിസ്തുവിനെ അറിഞ്ഞൊരു വ്യക്തി വ്യഭിചാരത്തിലോ മദ്യപാനത്തിലോ അധാർമിക പ്രവർത്തികളിലോ ബഹുഭാരിത്വത്തിലോ ഏർപ്പെടാൻ പാടില്ല. ഇതാണ് പ്രസംഗിക്കുന്നത്. അതിന് ക്രിസ്ത്യാനിയെ സഹായിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. അതായത് മരുന്ന് കഴിക്കാതെ തന്നെ ദുശീലങ്ങളെയും അക്രമവാസനകളെയും തഴക്കദോഷങ്ങളെയും ഒരു ക്രിസ്ത്യാനി അതിജീവിക്കുമ്പോൾ, മരുന്ന് കഴിക്കാതെ ദുശീലങ്ങളെയും തിന്മയെയും ക്രിസ്ത്യാനി അതിജീവിക്കുമ്പോൾ ക്രിസ്ത്യാനി അതിനെ അതിജീവിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു സത്യമാണ്. അപ്പം ഇന്നലെ ക്രിസ്തുവിനെ അറിയുന്നൊരു വ്യക്തിയുടെ ഇന്നലകളും ഇന്നും തമ്മിൽ മാറ്റമുണ്ടെന്നേ. ആ മാറ്റം വരുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൽ ദൈവത്വം അതിൻ്റെ പൂർണ്ണതയിലുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരു ക്രിസ്ത്യാനിയിൽ പ്രവർത്തിക്കുമ്പോൾ, ഒരു വിശ്വാസിയിൽ പ്രവർത്തിക്കുമ്പോൾ പ്രപഞ്ചത്തിൽ സൃഷ്ടാവില്ലാതാകുന്നില്ല. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി വചനം മാംസം ധരിച്ച് മനുഷ്യനെ പ്രതി പരിമിതിപ്പെടുത്തി ഭൂമിയിൽ ക്രിസ്തു പ്രവർത്തിച്ചപ്പോൾ പ്രപഞ്ചത്തിൽ സൃഷ്ടാവ് ഇല്ലാതാകുന്നില്ല. അത് ദൈവത്തിൻ്റെ സാധ്യതയാണ്. ഇത് ഒരറിവാണ്, അനുഭവമാണ്, ഇത് വിശ്വാസമാണ്. ഞങ്ങൾ പ്രസംഗിക്കുന്നത് ക്രിസ്തു മാർഗമാണ്.
അപ്പം എന്തു ചെയ്യുന്നു? ഇവർ വരുത്തി തീർക്കുന്നു, ക്രിസ്ത്യാനികൾ 3 ദൈവത്തെ പ്രസംഗിക്കുന്നുവെന്ന് വരുത്തി തീർക്കുന്ന കള്ളത്തരം ഇനിയെങ്കിലും ക്രൈസ്തവ ലോകം തിരിച്ചറിയേണ്ടതുണ്ട്. ഇസ്ലാമിക നേതാക്കളുടെ അപകർഷതാബോധത്തിൽ നിന്നുകൊണ്ടും തങ്ങളുടെ മതത്തിൻ്റെ വിശദാംശങ്ങൾ മറ്റുള്ളവർ പരിശോധിച്ച് നോക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ തക്കിയയുടെ പിന്നിലെ യഥാർത്ഥ കാരണം എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ 3 ദൈവത്തിൽ വിശ്വസിക്കുന്നത് മുഹമ്മദീയരാണ്. ഈസ സഹോദരനാണ്, അനിൽ മുഹമ്മദ് സഹോദരനാണ്, എം അക്ബറാണ്. എല്ലാ മുഹമ്മദീയരും വിശ്വസിക്കുന്നത് 3 ദൈവത്തിലാണ്. ക്രിസ്ത്യാനിക്ക് അങ്ങനെ 3 ദൈവത്വമില്ല. വ്യക്തമാക്കി തരാം. അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുകയും മുഹമ്മദിനെ നിഷേധിക്കുകയും ചെയ്താൽ സ്വർഗം കിട്ടുമോ? കിട്ടില്ല. അല്ലെങ്കിൽ മദർ തെരേസയും ഫാദർ ഡാമിയനും ഒക്കെ നരകത്തിൽ കിടക്കാൻ കാരണമായി സക്കീർ നായിക്കിനെ പോലെയുള്ള ആധികാരിക ഇസ്ലാമിക നേതാക്കൾ പഠിപ്പിക്കുന്നുണ്ട് മദർ തെരേസ നരകത്തിലാണെന്ന്. എന്തുകൊണ്ടാണ്? മുഹമ്മദ് എന്ന് പറയുന്ന നിരവധി വിവാഹങ്ങളും യുദ്ധങ്ങളും നടത്തി മരിച്ച് വിധികാത്ത് കഴിയുന്നവനെ ഇടനിലക്കാരനായി മദർ തെരേസ അംഗീകരിക്കുന്നില്ല. അതാണ് പ്രശ്നം. അപ്പം മുഹമ്മദിനെ നിഷേധിച്ച സ്വർഗം കിട്ടില്ല. അതാണ് സക്കീർ നായിക്കിനെ പോലുള്ള ആധികാരിക സ്രോതസ്സുകൾ പഠിപ്പിക്കുന്നത്. അപ്പം 1 അള്ളാഹു, 2 മുഹമ്മദ്. നിങ്ങൾ 48, 49 അധ്യായം ഖുർആൻ എടുത്ത് വായിക്ക്, 33 അധ്യായം വായിക്ക്, 5 അധ്യായം വായിക്ക്. നിരവധി അധ്യായങ്ങൾ ഇത് കാണാൻ പറ്റും. അള്ളാഹുവിനോട് സത്യപ്രതിജ്ഞ ചെയ്യുന്നതും മുഹമ്മദിനോട് സത്യപ്രതിജ്ഞ ചെയ്യുന്നതും തുല്യമാകുന്നു. മുഹമ്മദ് നിങ്ങളുടെ ഇടയിലുണ്ട്. മുഹമ്മദിന് മുമ്പിൽ നിങ്ങളുടെ ശബ്ദങ്ങൾ ഉയർന്നാൽ നിങ്ങളുടെ പുണ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നരകത്തിലിട്ട് പോരിക്കും. സോ അള്ളാഹു ഈസ് ഈക്വൽ ടു മുഹമ്മദ്, മുഹമ്മദ് ഈസ് ഈക്വൽ ടു അള്ളാഹ്. 2 ദൈവമാണ്. ഒന്ന് മുഹമ്മദിൻ്റെ സൃഷ്ടിയായിരിക്കുന്ന സാങ്കല്പിക ഒരു ശക്തിയായിരിക്കുന്ന അള്ളാഹു, മറ്റൊന്ന് മുഹമ്മദ് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ പ്രവാചകനും സൃഷ്ടാവും. ഇനി അത് മാത്രമാണോ? നിങ്ങൾ ഖുർആൻ 33 അധ്യായം എടുത്തേ. അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ നിങ്ങൾക്ക് അമ്മമാരാണ്. അപ്പം അള്ളാഹു, മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ, 3 പേർ. 3 ദൈവത്വമാണ് നിങ്ങൾ കൊണ്ട് നടക്കുന്നത്. രക്ഷയ്ക്ക് വേണ്ടി 3 ദൈവത്വങ്ങളുണ്ട്. ക്രിസ്ത്യാനിറ്റിയിൽ രക്ഷയ്ക്ക് വേണ്ടി ഒറ്റ മാർഗമേ ഉള്ളൂ, ക്രിസ്തു മാർഗം. ഒറ്റ രക്ഷകനേ ഉള്ളൂ, ക്രിസ്തു. ഒറ്റ ദൈവത്വമേ ഉള്ളൂ, സ്നേഹം. ക്രിസ്ത്യാനിറ്റിയിൽ ദൈവത്വം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഭാര്യ, ഭർത്താവ്, മക്കൾ. ഞാൻ എന്നെ സ്നേഹിക്കുന്നു, എന്നെ സ്നേഹിച്ചാലേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. എന്നെ സ്നേഹിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നു, മനുഷ്യരെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നു. ട്രിനിറ്റേറിയൻ ലവ്, സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ് ക്രിസ്ത്യാനിറ്റിയിൽ ദൈവം, അഥവാ ദൈവം വെളിപ്പെടുത്തി തന്നത് അതാണ്. അപ്പോൾ ഇവിടെ ഒന്ന്, ഈ ഇസ്ലാമിലെ 3 ദൈവ ആരാധന മനുഷ്യർ പരിഗണിക്കരുത്, പരിശോധിക്കരുത്. അതിനുവേണ്ടിയാണ് ഇവർ നടത്തുന്നത്. 2 മനുഷ്യ ആരാധനയാണ്. എന്നെയോ എൻ്റെ പ്രവാചകനെയോ ധിക്കരിച്ചാൽ കൈകാലുകൾ ഇടത്തുനിന്നും വലത്തുനിന്നും വെട്ടണം. മനുഷ്യപൂജയാണ്, പ്രവാചക നിന്ന മനുഷ്യ ആരാധന. ഇത് ചർച്ച ചെയ്യരുത്. അപ്പോൾ ക്രൈസ്തവരിലും ഒട്ടുമിക്ക പേരും ചാടിക്കയറി ഇതിന് മറുപടി പറയാൻ പോവുകയാണ്. ക്രിസ്ത്യാനികൾ ഈ ചോദ്യത്തിന്, ഇവർ ഉയർത്തിയിരിക്കുന്ന സാങ്കല്പിക ചോദ്യത്തിന് മറുപടി പറയാൻ ക്രിസ്ത്യാനികൾ ബാധ്യസ്ഥരല്ല. കാരണം ക്രിസ്ത്യാനിറ്റി ഒരിടത്തും ജാതിയും മതവും സൃഷ്ടിക്കുന്നില്ല, വേർതിരിക്കുന്നില്ല. ഇസ്ലാമിലെ പോലെ മനുഷ്യനെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ക്രിസ്ത്യാനിറ്റി വേർതിരിക്കുന്നില്ല. മുമ്പോട്ട് വെക്കുന്ന ക്രിസ്തു ദർശനമാണ്, ക്രിസ്തു മാർഗമാണ്. ഞാനാണ് വഴിയും സത്യവും ജീവനും, ക്രിസ്തുവിലൂടെയുള്ള രക്ഷയാണ് പ്രസംഗിക്കുന്നത്. അപ്പം കൃത്യമായും ഇവരുടെ പ്രമാണങ്ങൾ പരിശോധിച്ച് നോക്കാതിരിക്കുന്നതിന് വേണ്ടിയും അള്ളാഹുവും അള്ളാഹുവിൻ്റെ പ്രവാചകനും സൃഷ്ടാവുമായിരിക്കുന്ന മുഹമ്മദും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരുമാകുന്ന യഥാർത്ഥമായ 3 ദൈവം മറ്റുള്ളവർ പരിശോധിച്ച് നോക്കാതിരിക്കുന്നതിന് വേണ്ടിയും. 2ാമത്തെ കെണി, ക്രൈസ്തവ ലോകം തിരിച്ചറിയാത്ത 2ാമത്തെ കെണിയുണ്ട്. ദൈവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം നമ്മൾ സംസാരിക്കേണ്ടത് ദൈവത്തിൻ്റെ സത്ത, ഉണ്മ, സ്വഭാവം, നേച്ചറാണ് സംസാരിക്കേണ്ടത്, അല്ലാതെ എണ്ണമല്ല. കാരണം പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവേ ഉള്ളൂ. ഒന്നിലധികം സൃഷ്ടാവുണ്ടാകാതെ സൃഷ്ടാവ് നോക്കിക്കൊള്ളും. സൃഷ്ടാവിൻ്റെ എണ്ണം മനുഷ്യൻ സംരക്ഷിക്കേണ്ട ആവശ്യമേ ഇല്ല. മറിച്ച് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് സൃഷ്ടാവിൻ്റെ സ്വഭാവമാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടാവും പ്രവാചകനുമായിരിക്കുന്ന മുഹമ്മദിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരുടെയും ജീവിതം പരിശോധിച്ച് നോക്കാതിരിക്കുന്നതിന് വേണ്ടി ഇവരുടെ 3 ദൈവ വിശ്വാസം മറ്റുള്ളവർ പരിശോധിക്കാതിരിക്കുന്നതിന് വേണ്ടി ഇവർ നടത്തുന്ന ഈ തക്കിയായിൽ ക്രൈസ്തവ ലോകം
കുടുങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രവുമല്ല, പാവപ്പെട്ട മുഹമ്മദീയ വിശ്വാസികളെ മുഴുവൻ ഈ ഇസ്ലാമിക നേതാക്കൾ വഞ്ചിക്കുകയാണ് എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങൾ പരിശോധിച്ച് നോക്കും. ഒന്ന്, ഇവരുടെ ദൈവത്തിൻ്റെ സ്വഭാവം. ഇപ്പോൾ നമുക്കറിയാം, ഇറാൻ അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ മതിൽ കെട്ടുകയാണ്. രണ്ടുപേരും വിശ്വസിക്കുന്ന ഒരാളിൽ തന്നെയാണ്. തുർക്കി ഇറാൻ ബോർഡറിൽ മതിൽ കെട്ടുകയാണ്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ മതിൽ കെട്ടുകയാണ്. പറയുമ്പം പറയും ഞങ്ങൾ ഒറ്റ ദൈവം, ഒറ്റ ദൈവമാണെന്ന് പറയും. എന്നാൽ പിന്നെ ഈ മതിലങ്ങ് പൊളിച്ചു കളഞ്ഞാൽ പോരെ? അപ്പം ഇവരുടെ ദൈവത്തിൻ്റെ സ്വഭാവം ചർച്ച ചെയ്യപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ഇവർ നടത്തുന്ന തക്കിയാണിത്, തട്ടിപ്പാണ്. സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചത് മനുഷ്യന് വേണ്ടിയാണ്, ദൈവത്തിന് വേണ്ടിയല്ല. പക്ഷെ ഇവരുടെ നിങ്ങൾ പറയുന്നു എല്ലാം അള്ളാഹുവിനും മുഹമ്മദിനും വേണ്ടിയാണ്. മനുഷ്യനെ പ്രതി പരിമിതപ്പെടുത്തിയതാണ്. ഇനി ഞാൻ നിങ്ങളോട് മറ്റൊരു ഉദാഹരണം പറയാം. ഇവിടെ എം അക്ബറും ജാക്കിർ നായിക്കും ഡോക്ടർ അനിൽ മുഹമ്മദും ഒക്കെ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമുണ്ട്. ഇപ്പം മനുഷ്യനെക്കുറിച്ച് മൃഗങ്ങൾ അഭിപ്രായം പറഞ്ഞു എന്ന് കൂട്ടുക, മനുഷ്യൻ എന്താണെന്ന് പറഞ്ഞു എന്ന് കൂട്ടിയാൽ സ്വാഭാവികമായും ഒരു പശു പറയുന്നു, നായ്ക്കൾ പറയുന്നു, ആട് പറയുന്നു, ആന പറയുന്നു. ഇവരെല്ലാം മനുഷ്യനെക്കുറിച്ച് പറഞ്ഞാൽ നായ്ക്കൾ അവർ കണ്ട മനുഷ്യനെക്കുറിച്ച് പറയും, അവരനുഭവിച്ച മനുഷ്യനെക്കുറിച്ച് പറയും. ആനയോട് ചോദിച്ചാൽ ആന അനുഭവിച്ച മനുഷ്യനെക്കുറിച്ച് പറയും. ആടിനോട് ചോദിച്ചാൽ ആടനുഭവിച്ച മനുഷ്യനെക്കുറിച്ച് പറയും. ഇവർ തമ്മിൽ കണ്ടുമുട്ടിയാലോ തമ്മിലടിക്കും. ഇതാണ് മുഹമ്മദ് ഇസയുടെയും സാഖിർ നായിക്കിൻ്റെയും ഇസ്ലാമിക ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു ദൈവത്തെയും ഒരു പ്രവാചകനെയും സൃഷ്ടിച്ചിട്ട് അതിൻ്റെ പേരിൽ തമ്മിലടിക്കുകയും ലോകത്തെ തമ്മിലടിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ദൈവമാണ്, നിങ്ങളുടെ സൃഷ്ടിയാകുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത്. നാട് വിട്ടുപോയി പൊട്ടിത്തെറിച്ച് സംഘടിച്ച് മതനിന്ന പ്രവാചക നിന്ന കുറ്റത്തിലൂടെ സംരക്ഷിച്ചെടുക്കുന്ന നിങ്ങളുടെ സൃഷ്ടിയാകുന്ന ദൈവത്തെയാണ് നിങ്ങൾ ലോകത്തിന് മേൽ അടിച്ചേൽപ്പിക്കുന്നത്. ഇത് ലോകം അറിയാതിരിക്കുന്നതിന് വേണ്ടിയാണ് പ്രിയ സഹോദര ഈസ, പ്രിയ സഹോദര എം അക്ബറെ, നിങ്ങൾ ഈ നാടകം കളിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ നാടകം അവസാനിക്കാറായി. ഈ നാടകത്തിന് തിരശ്ശീല വീഴാറായിരിക്കുന്നു. ആധുനിക കാലഘട്ടം, സോഷ്യൽ മീഡിയ യുഗം നിങ്ങളുടെ പ്രമാണങ്ങൾ പുറത്തെടുത്തിട്ട് കഴിഞ്ഞുവെന്നുള്ളതാണ്. അപ്പം പാവപ്പെട്ട മുഹമ്മദിയർ ഇതൊന്നും നോക്കാതിരിക്കുന്നതിന് വേണ്ടി മറ്റു മതങ്ങളെ കടന്നാക്രമിക്കുന്നു. അല്ലെങ്കിൽ ഒരു നല്ല ദൈവസങ്കല്പമുണ്ടെങ്കിൽ അത് മുമ്പോട്ട് വെച്ചാൽ പോരെ? അറിയാൻ വേണ്ടിയല്ല നിങ്ങൾ ചോദിക്കുന്നത്. സ്വതന്ത്ര ചിന്തകരെ പോലെ അറിയാൻ വേണ്ടിയല്ല ചോദ്യം. ഇനി മൃഗങ്ങളുടെ കാര്യം ഒന്നുകൂടെ പറയട്ടെ. ഈ മൃഗങ്ങളെല്ലാം മനുഷ്യനെക്കുറിച്ച് പറഞ്ഞാൽ അത് പൂർണ്ണതയാണോ? കാരണം ഒരു മനുഷ്യൻ്റെ ബുദ്ധി സാമർഥ്യവും സവിശേഷതകളും, ഒരു മനുഷ്യൻ്റെ പോലും സവിശേഷത കൃത്യമായി വിവേചിച്ച് എഴുതുവാൻ ആടിന് പറ്റുമോ? പശുവിന് പറ്റുമോ? ആനയ്ക്ക് പറ്റുമോ? പറ്റിയല്ല. എന്തുകൊണ്ടാണ്? അവർക്ക് പരിമിതിയുണ്ടെന്നേ. അപ്പം പരിമിതിയുള്ള മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് പറഞ്ഞാൽ അതെങ്ങനെയുണ്ടാകും? മുഹമ്മദ് ഇസയുടെ ദൈവത്തെ പോലെ ഇരിക്കും. അപ്പം ആട് മനുഷ്യനെക്കുറിച്ച് പറഞ്ഞാൽ ആടിൻ്റെ പരിമിതി ഇരുന്നുകൊണ്ടേ പറയുള്ളൂ. മുഹമ്മദ് ഇസയും മുഹമ്മദ് അള്ളാഹുവിൻ്റെ പ്രവാചകനും സൃഷ്ടാവുമായ മുഹമ്മദ് ദൈവത്തെക്കുറിച്ച് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അത് നിങ്ങളുടെ കണ്ടുപിടുത്തമായിരിക്കും. എന്നാൽ ദൈവം തന്നെക്കുറിച്ച് പറഞ്ഞാലോ അത് സത്യമായിരിക്കും. അതിന് വൈവിധ്യമുണ്ടാകും. അത് ആടിനെയും പട്ടിയെയും പൂച്ചയെയും മൃഗങ്ങളെയും പക്ഷിമൃഗാദികളെയും അംഗീകരിക്കും. വൈവിധ്യത്തെ സൃഷ്ടിച്ചിട്ട് വൈവിധ്യത്തെ അംഗീകരിക്കാത്തവൻ സൃഷ്ടാവേ അല്ല. ഇത് പരിശോധിക്കാതിരിക്കുന്നതിന് വേണ്ടിയല്ലേ നിങ്ങൾ കളി കളിക്കുന്നത്? അതുകൊണ്ട് തന്നെ പറയട്ടെ, ഒരാടിന് മനുഷ്യനെ അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കാൻ പറ്റില്ല എങ്കിൽ സകലത്തിൻ്റെയും സൃഷ്ടാവായി ദൈവത്തിൻ്റെ പഠിപ്പിക്കുവാൻ മനുഷ്യന് സാധിക്കുമോ? അതിനകത്ത് ഒത്തിരി ദൈവമുണ്ടെന്നല്ല, മനുഷ്യന് സാധ്യമല്ല. പിന്നെ എന്താ സാധിക്കുക? ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. അപ്പം ദൈവത്തിൻ്റെ സ്വഭാവം ചർച്ച ചെയ്യപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ഇവരെടുക്കുന്ന ഈ തക്കിയായിൽ പാവപ്പെട്ട മുഹമ്മദിയർ കുടുങ്ങിക്കിടക്കുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ സത്തയെക്കുറിച്ച്, സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട സമയമായിരിക്കുന്നു. ഇത്തരം ചർച്ചകൾ നല്ലതാണ്. അതുവഴി ഇവരിൽ ഒരാൾക്കെങ്കിലും സത്യത്തിൻ്റെ പാത തെളിയട്ടെ. അതുകൊണ്ട് പ്രിയ സഹോദര ഇസ്ലാമിക നേതാക്കളെ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ കെണിയൊരുക്കുന്നത് ക്രൈസ്തവ വിശ്വാസികൾക്കല്ല, മറിച്ച് നിങ്ങൾ കെണിയൊരുക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾക്കുള്ള കുഴി തോണ്ടുകയാണ്. നിങ്ങളുടെ പ്രമാണങ്ങളിലെ വൈരുദ്ധ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, യുക്തിരാഹിത്യം മനസ്സിലാക്കിക്കൊണ്ട്, പരസ്പര നിഷേധങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യൻ
ദൈവത്തെക്കുറിച്ച് പഠിപ്പിച്ചാൽ അത് ശരിയാവുകയില്ല. വെളിപ്പെടുത്തപ്പെട്ടതാണ് യഥാർത്ഥം. അത് ക്രിസ്തുവിലാണ്, അത് സ്നേഹമാണ്, സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ് ദൈവം. തനിക്ക് പുറമെ വേറെ സൃഷ്ടാവില്ലാതെ ഉണ്ടാകാതെ ദൈവം നോക്കിക്കൊള്ളും, സൃഷ്ടാവ് നോക്കിക്കൊള്ളും, വേറെ സൃഷ്ടാവ് ഉണ്ടാകാതെ. മനുഷ്യൻ ദൈവത്തെ സംരക്ഷിക്കാൻ ഇറങ്ങേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ക്രിസ്തീയത ശരിയാകുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. എന്താണ് ക്രിസ്തീയത? നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. വിളിച്ച് വേർതിരിക്കപ്പെട്ടവർ, എന്താണ് സഭ, എന്താണ് വിശ്വാസികൾ, എന്താണ് ക്രിസ്തു വിശ്വാസികൾ? വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ സമൂഹം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ക്രിസ്ത്യാനികളെ വിമർശിക്കാം, പക്ഷെ ക്രിസ്തുവിലും ക്രിസ്ത്യാനിറ്റിയിലും യാതൊരു കുറവുമില്ല എന്നുള്ള വിവരം പ്രിയപ്പെട്ട ഇസ്ലാമിക ലോകമേ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഞങ്ങളിൽ കുറവുകൾ കണ്ടെത്താം, ഞങ്ങൾ അംഗീകരിക്കുന്നു, പക്ഷേ ക്രിസ്തുവിലും ക്രിസ്ത്യാനിറ്റിയിലുമില്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണം ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞതയും തെറ്റായ അറിവുമാണ്. ദൈവത്തിന് ജാതിയുണ്ട്, ദൈവത്തിന് ജാതി സംഘടനയുണ്ട്, ദൈവത്തിന് മതമുണ്ട്, മതരാഷ്ട്ര സങ്കല്പമുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ അറിവിലേക്ക് വരാത്തിടത്തോളം കാലം, സൃഷ്ടാവിന് മഹത്വം കൊടുക്കാത്തിടത്തോളം കാലം ഇവിടെ പ്രശ്നമുണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് ഇംഗ്ലണ്ടിൽ സംഭവിക്കുന്നത്, അതാണ് ഇറാനിൽ സംഭവിക്കുന്നത്, അതാണ് ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത്, അതാണ് നമ്മുടെ നാട്ടിൽ പോലും പലയിടങ്ങളിലും സംഭവിക്കുന്നത്. ദൈവത്തിന് ജാതിയുണ്ട്, മതമുണ്ടെന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ അറിവും അപൂർണമായ അറിവും ലോകത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളുള്ളിടത്ത് ഒരിടത്തും സമാധാനമില്ലാത്തത് എന്നുള്ളതാണ്. ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ അറിയേണ്ടത്. അപ്പം ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ സമൂഹം, രാജകീയ പുരോഹിത ഗണം, ലോകത്തെ വിശദീകരിക്കാൻ വിളിക്കപ്പെട്ടവർ, ഭൂമിയുടെ ഉപ്പൻ ലോകത്തിൻ്റെ പ്രകാശവുമാകാൻ വിളിക്കപ്പെട്ടവർ, അവരാണ് ക്രൈസ്തവർ. അങ്ങനെ അല്ലാത്തവർ നാമമാത്ര ക്രിസ്ത്യാനികളാണ്. മനുഷ്യനെ ജാതിക്കും മതത്തിനും അപ്പുറത്ത് കടന്നുകൊണ്ട് മനുഷ്യനെ മനുഷ്യനായി കാണുകയും സ്നേഹിക്കുകയും ചെയ്യാൻ കഴിയുന്നവൾ അവരാണ് ക്രൈസ്തവർ. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യുന്നത് ഞങ്ങളിലെ കുറവുകളിലെ, ക്രിസ്തുവിശ്വാസികളിലെ കുറവുകളെ നിങ്ങൾ ക്രിസ്തുവിലേക്ക് ആരോപിച്ചുകൊണ്ട് നിങ്ങളുടെ മുഹമ്മദീയരെ നിങ്ങൾ വഞ്ചിക്കുകയാണ്. എന്നാൽ നിങ്ങളിലേക്ക് വരുമ്പോഴോ നിങ്ങൾ നിങ്ങളുടെ ഖലീഫമാരേക്കായാലും അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദിനെ അപേക്ഷിച്ചും അദ്ദേഹത്തിൻ്റെ അനുയായികളെ അപേക്ഷിച്ചും നിങ്ങൾ ഫാർ ബെറ്ററാണ്. ഇപ്പം നിങ്ങളുടെ നേതാവിൻ്റെ, നിങ്ങളുടെ രാജാക്കന്മാരുടെ, ഖലീഫമാരുടെ വിവാഹ ജീവിതങ്ങൾ, യുദ്ധങ്ങൾ, അതിലൊന്നും യാതൊരു മാതൃകയില്ലാത്തത് കൊണ്ടും ഈ ഭൂമിയിൽ തന്നെ മനുഷ്യനെ അതിജീവിച്ച തീറ്റ കൂടി സെക്സ്, ഈ ഭൂമിയിൽ തന്നെ മനുഷ്യനെ അതിജീവിച്ചതാണ് പലരും. അതിനെ ആ കാര്യങ്ങളാണ് നിങ്ങൾ മുമ്പോട്ട് വെക്കുന്നത്. അതുകൊണ്ട് വൈരുദ്ധ്യങ്ങളും പൊള്ളത്തരങ്ങളും സ്വയം നിഷേധങ്ങളും പൊട്ടത്തരങ്ങളും മറച്ചു വെക്കുന്നതിന് വേണ്ടി അതിലെല്ലാം ഉപരി അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ്, അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ, ഈ 3 ദൈവവിശ്വാസത്തെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകം എന്നുള്ളത് അധികകാലം മുമ്പോട്ട് പോവില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളുണ്ടാകട്ടെ, നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും രക്ഷപ്പെടാൻ ഇതിന് കാരണമാകും.